ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോ ഇയർ എക്സാം സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് RRB കണ്ടക്ട് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് എക്സാമിനെ പറ്റിയിട്ടാണ്. ജൂനിയർ എഞ്ചിനീയർ എക്സാം. 70,000-ഓളം സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ഈ ജോലിയെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് 2024 നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. 2024 നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചപ്പോൾ 32 പോസ്റ്റുകളിലേക്കായി 8,000-ഓളം വാക്കൻസിയിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തത്. 4ഓളം എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിലേക്കായിട്ടാണ് കഴിഞ്ഞ വർഷം എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിലേക്കായിട്ടാണ് കഴിഞ്ഞ വർഷം എക്സാം കണ്ടക്ട് ചെയ്തത്. ഇവർക്ക് 3 വർഷത്തെ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക്കോ ഉള്ള ആളുകൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിന് പുറമെ BSc ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള ആളുകൾക്ക് CMA എക്സാം ഗ്രൂപ്പും, കെമിക്കൽ ടെക്നോളജിയിലും മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലും ഡിഗ്രി ഉള്ള ആളുകൾക്ക് കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ പോസ്റ്റും കഴിഞ്ഞ വർഷം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ കൂടെ കണ്ടക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇനി വരാനിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനിലും ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സ് ആണ്. ജനറൽ കാൻഡിഡേറ്റ്സ് ആണ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. OBC-കാരാണെന്നുണ്ടെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷനും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കും. 3 സ്റ്റേജുകളിലായിട്ടാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് CBT-1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 90 മിനിറ്റ് 100 മാർക്കിന്റെ എക്സാം. കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ സിലബസ് ഉള്ള ഈ എക്സാം ക്വാളിഫയിങ് നേച്ചർ സ്വഭാവമുള്ളതാണ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് CBT-2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ്. 120 മിനിറ്റും 150 മാർക്കുമാണ്. ഇതിൽ 50 മാർക്കിന്റെ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റും 100 മാർക്കിന്റെ ടെക്നിക്കൽ സബ്ജക്റ്റുമാണ് ഉണ്ടായിരിക്കുക. ഇതിന് ശേഷമാണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. നേരത്തെ പറഞ്ഞ 32 പോസ്റ്റുകളിലേക്ക് ഡിഫറെന്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ 70,000-ൽ പരം സാലറി ലഭിക്കുന്ന 8,000-ഓളം ഒഴിവുകളിലേക്ക് 32 പോസ്റ്റുകളിലേക്കായിട്ട് കണ്ടക്ട് ചെയ്ത പരീക്ഷ ഒരു വർഷം കൊണ്ട് ഏകദേശം അതിന്റെ എക്സാമിനേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമയുള്ള 3 ഇയർ ഡിപ്ലോമയോ ബിടെക്കോ ഉള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് ഒരു സുവർണ അവസരമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക.